നമസ്കാരം. അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രമുഖ മാധ്യമമായ യുറേഷ്യൻ ടൈംസ്. യുറേഷ്യൻ ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത് ഏകദേശം $2 ബില്യൺ സൈനിക ഉപകരണങ്ങളാണ് എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് കരുതുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ ഇന്ത്യയുടെ S-400 മിസൈലുകൾ ഒരു പോറലുമില്ലാതെ അതിജീവിച്ചു. എന്താണ് അമേരിക്കയ്ക്ക് സംഭവിച്ചത്? ഇന്ത്യ പ്രയോഗിച്ച ഒനിയൻ സ്കിൻ സ്ട്രാറ്റജി എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറാനെതിരെയുള്ള സൈനിക നീക്കം തുടങ്ങിയ ആദ്യ 4 ദിവസങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയത്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ വിന്യസിച്ചിരുന്ന AN/FPS 132 എന്ന അത്യാധുനിക റഡാർ ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു. ഇതിന്റെ മാത്രം വില $1.1 ബില്യൺ. ഇതിനു പുറമെ ജോർദാനിലും UAEയിലുമായി വിന്യസിച്ചിരുന്ന അമേരിക്കയുടെ അഭിമാനമായ താഡ് മിസൈൽ സംവിധാനത്തിന്റെ റഡാറുകളും ഇറാൻ ലക്ഷ്യം വെച്ചു. ഇറാൻ പ്രയോഗിച്ചത് വളരെ കുറഞ്ഞ ചിലവിലുള്ള കാമിക്കാസെ ഡ്രോണുകളും കൃത്യതയുള്ള മിസൈലുകളുമാണ്. വെറും $50,000 വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് കോടികൾ വിലയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഇറാൻ അന്തമാക്കി എന്ന് ചുരുക്കം. ഇവിടെയാണ് ഇന്ത്യയുടെ വിജയം പ്രസക്തമാകുന്നത്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി നടന്ന ഹ്രസ്വമായ സംഘർഷത്തിൽ ഇന്ത്യയുടെ S-400 മിസൈലുകളെ തകർക്കാൻ പാകിസ്ഥാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. ചൈനയുടെ സാറ്റലൈറ്റ് സഹായത്തോടെ ഇന്ത്യൻ മിസൈലുകളുടെ സ്ഥാനം അവർ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ ആക്രമണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയുടെ മിസൈൽ ലോഞ്ചറുകൾ അവിടെ നിന്നും മാറിയിരുന്നു. അമേരിക്കയുടെ സിസ്റ്റങ്ങൾ ഒരേ സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തിയവ ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ കരുത്ത് അതിന്റെ ചലനാത്മകത ആയിരുന്നു. എന്താണ് ഒനിയൻ സ്കിൻ സ്ട്രാറ്റജി? എയർ മാർഷൽ അനിൽ ചോപ്ര വിശദീകരിക്കുന്നത് പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധം ഉള്ളിയുടെ തൊലി പോലെ പാളികളായി തിരിച്ചിട്ടുള്ളതാണ്. ഒന്നാം പാളിയിൽ ദൂരപരിധി കൂടിയ S-400 മിസൈലുകൾ, രണ്ടാം പാളിയിൽ ഇടത്തരം ദൂരപരിധിയുള്ള ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മൂന്നാം പാളിയിൽ ഡ്രോണുകളെയും മറ്റും നേരിടാനുള്ള ഷോർട്ട് റേഞ്ച് ഗണ്ണുകൾ. ഒരു പാളി തകർത്താലും അടുത്ത പാളി ശത്രുവിനെ തടയും. ഇതിനു പുറമെ ഇന്ത്യ പ്രയോഗിച്ച മറ്റൊരു തന്ത്രമാണ് ഡെക്കോയികൾ. ശരിക്കുമുള്ള റഡാറുകൾക്ക് പകരം കാറ്റ് നിറച്ച വ്യാജ റഡാർ രൂപങ്ങൾ ഇന്ത്യ വിന്യസിച്ചു. ശത്രു തന്റെ വിലയേറിയ മിസൈലുകൾ ഈ വ്യാജ രൂപങ്ങൾക്ക് നേരെ പ്രയോഗിച്ച് പാഴാക്കി. ഒപ്പം തന്നെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് രീതിയിലൂടെ മിസൈൽ തൊടുത്ത ഉടൻ തന്നെ ലോഞ്ചറുകൾ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ആധുനിക യുദ്ധം ഇപ്പോൾ പാവപ്പെട്ടവന്റെ കൂടി കൈപ്പിടിയിലായി മാറുകയാണ്. വലിയ യുദ്ധ വിമാനങ്ങളെക്കാൾ ഇന്ന് അപകടകാരികൾ ചെറിയ ഡ്രോണുകളാണ്. ഇത്തരം ഡ്രോണുകളെ നേരിടാൻ കോടികൾ വിലയുള്ള മിസൈലുകൾ പ്രയോഗിക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഇന്ത്യ ലേസർ ആയുധങ്ങളെക്കുറിച്ചും കുറഞ്ഞ ചിലവിലുള്ള ഇലക്ട്രോണിക് വാർഫെയറിനെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കുന്നത്. അമേരിക്കയുടെ പരാജയം ലോകത്തിന് നൽകുന്ന പാഠം ഇതാണ്: സാങ്കേതിക വിദ്യ മാത്രം പോരാ, അത് എങ്ങനെ വിന്യസിക്കുന്നു എന്ന യുദ്ധതന്ത്രമാണ് പ്രധാനം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. S-400 റഫേൽ യുദ്ധവിമാനങ്ങളും ഒപ്പം തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമപ്രതിരോധ സംവിധാനവും ചേരുമ്പോൾ ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.